എല്ലാവർക്കും സിനിമ സ്ട്രീം മലയാളത്തിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്ന ഈ ആഴ്ച OTT റിലീസിന് വരുന്ന ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാനാണ്. വീഡിയോയിലോട്ട് പോകുന്നേക്കാളും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് സിനിമ ആപ് കൈസേ ഹോ. ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ് എന്നിവർ പ്രധാന വേഷം ചെയ്യുന്ന കോമഡി ക്രൈം മൂവിയാണ് ആപ് കൈസേ ഹോ. ഒരു ബാച്ചിലർ പാർട്ടിക്കിടയിൽ സുഹൃത്തുക്കൾ പ്ലാൻ ചെയ്യുന്ന സർപ്രൈസ് പാളിപ്പോകുന്നതും പിന്നീടുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളാണ് ഈ സിനിമയിൽ കടന്നു പോകുന്നത്. വിനയ് ജോസ് സംവിധാനം ചെയ്ത ഈ സിനിമ ഫെബ്രുവരി മാസം തിയേറ്ററുകളിലേക്ക് റിലീസായ സിനിമ പരാജയപ്പെട്ടു. ഈ സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം മേടിച്ചിരിക്കുന്നത് സൈനാപ്ലയാണ്. സൈനാപ്ലൈ വഴി ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത സിനിമ യൂത്ത്. കെൻ കരുണാസ് സംവിധാനം ചെയ്ത് നായകനായി എത്തിയ ഈ സിനിമയിൽ കെൻ കരുണാസിനെ കൂടാതെ അനിഷ്മ അനിൽകുമാർ, സുരാജ് വെഞ്ഞാറുമുടൻ എന്നിവർ പ്രധാന വേഷം ചെയ്യുന്ന കോമഡി റൊമാൻസ് മൂവിയാണ് യൂത്ത്. ഈ സിനിമ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ യൂത്തിന്റെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. കോളേജ് ലൈഫ് കഴിഞ്ഞ് അവർ പുറത്തിറങ്ങുമ്പോൾ അവരുടെ കരിയർ, ഫ്രണ്ട്ഷിപ്പ്, ലവ്, ഡ്രീം ഇതൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ ഓരോ ക്യാരക്ടറിനും നമ്മുടെ റിയൽ ലൈഫായി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. യൂത്ത് ഓഡിയൻസിന് വളരെ എളുപ്പം കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് യൂത്ത്. കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ തമിഴ് ചിത്രം തിയേറ്ററുകളിൽ നിന്ന് നല്ലൊരു വിജയം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമ മലയാളം, ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്ക് എന്നീ ഭാഷകളിൽ ഈ സിനിമ ഈ മാസം ഏപ്രിൽ 16 റിലീസ് ചെയ്യും. അടുത്ത സിനിമ സംഭവം അധ്യായം 1. ജിത്തു സതീശൻ മംഗലാത്ത് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അസ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവർ പ്രധാന വേഷം ചെയ്യുന്ന മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് സംഭവം അധ്യായം 1. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പുതിയ സ്റ്റേഷനിലേക്ക് ചാർജ് എടുക്കാൻ പോകുമ്പോൾ കാടിനുള്ളിൽ അപകടത്തിൽപ്പെടുകയും പിന്നീടുണ്ടാകുന്ന അപ്രത്യക്ഷമായ സംഭവങ്ങളുമാണ് ഈ സിനിമയിൽ കടന്നു പോകുന്നത്. ടൈം ലൂപ്പ് വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമ കഴിഞ്ഞ മാസമായിരുന്നു തിയേറ്ററുകളിലേക്ക് എത്തിയത്. തിയേറ്ററുകളിൽ ഇന്ന് ആവറേജ് റെസ്പോൺസ് കിട്ടിയ ഈ സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം സ്വന്തമാക്കിയത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മലയാളം ഉൾപ്പെടെയുള്ള എല്ലാ ലാംഗ്വേജുകളെയും OTT റിലീസ് ചെയ്യുന്നതാണ്.